Welcome to BSc Main Physics class, Semester 6. Semester 6 Electronic Instrumentation Paper 5, Elective Paper, Electronic Instrumentation. And from that we see one portion, that is EI-21 Storage Oscilloscope. Storage oscilloscope, or it is also, we can call it as digital storage oscilloscope. CRO. CROയുടെ സ്റ്റോറേജ് ടൈപ്പ് ഓസിലോസ്കോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇലക്ട്രിക്കൽ ഇൻസ്ട്രുമെൻറ്റേഷൻ എന്ന് പറയുന്ന ഭാഗത്ത് ഉള്ളതാണ്, പേപ്പറിനകത്തുള്ളതാണ് ചാപ്റ്റർ യൂണിറ്റ് 2 ഓസിലോസ്കോപ്പ്, സ്റ്റോറേജ് ഓസിലോസ്കോപ്പ് ഓർ ഡിജിറ്റൽ സ്റ്റോറേജ് ഓസിലോസ്കോപ്പ്. വാട്ട് ഈസ് ഡിജിറ്റൽ സ്റ്റോറേജ് ഓസിലോസ്കോപ്പ്? Definition. The digital storage oscilloscope is defined as the oscilloscope which stores and analyzes the signal digitally. അപ്പോൾ കൊടുക്കുന്ന ആ സിഗ്നൽ അത് സ്റ്റോർ ചെയ്യുക, എന്നിട്ട് ഡിജിറ്റലൈസ് ചെയ്ത് ഡിജിറ്റലായിട്ട് അനലൈസ് ചെയ്യുക. അത്തരം ഓസിലോസ്കോപ്പിനെ വിളിക്കുന്ന പേരാണ് ഡിജിറ്റൽ സ്റ്റോറേജ് ഓസിലോസ്കോപ്പ്. ദാറ്റ് ഈസ് in the form of 1 or 0. ഇപ്പോൾ ഡിജിറ്റലൈസ് എന്ന് പറഞ്ഞാൽ സിഗ്നലെല്ലാം ബൈനറിയിൽ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ്. ബൈനറിയിലെ രണ്ട് വേരിയബിളാണ്, അത് രണ്ട് ക്വാണ്ടിറ്റിയാണ് 1 0. അപ്പോൾ 1 0 ഹൈ ലോ എന്നുള്ള രീതിയിൽ സിഗ്നൽ സ്റ്റോർ ചെയ്യുന്നതിനെയാണ് ഡിജിറ്റലൈസ് ചെയ്യുക എന്ന് പറയുന്നത്. ഇൻ ദ ഫോം 1 or 0, preferably storing them as analog signal. അപ്പോൾ അനലോഗ് സിഗ്നലായിട്ട് സ്റ്റോർ ചെയ്യാതെ ഡിജിറ്റലൈസ് ചെയ്ത് സ്റ്റോർ ചെയ്യുന്ന ആ സിഗ്നൽ സ്റ്റോർ ചെയ്യുന്ന ഓസിലോസ്കോപ്പിനെ വിളിക്കുന്ന പേരാണ് ഡിജിറ്റൽ സ്റ്റോറേജ് ഓസിലോസ്കോപ്പ്. ഇത് ഡിജിറ്റൽ ഓസിലോസ്കോപ്സ് ഡിജിറ്റൽ ഓസിലോസ്കോപ്പ് ടേക്സ് an input signal, store them and then display it on the screen. The digital oscilloscope has advanced features of storage, triggering, and measurement. Also, it displays the signal visually as well as numerically. അപ്പോൾ സിഗ്നൽ ഇത് ഡിസ്പ്ലേ ചെയ്യുന്നത് ഒന്ന് വിഷ്വലായിട്ടും മറ്റത് ന്യൂമറിക്കലുമായിട്ട്, അതിൻ്റെ ന്യൂമറിക്കൽ വാല്യൂസ് കൂടി ഇൻഡിക്കേറ്റ് ചെയ്യും. വർക്കിംഗ് ഓഫ് ഡിജിറ്റൽ സ്റ്റോറേജ് ഓസിലോസ്കോപ്പ്. ഡിജിറ്റൽ സ്റ്റോറേജ് ഓസിലോസ്കോപ്പിൻ്റെ പ്രവർത്തനം. The working of digital storage oscilloscope. The digital storage oscilloscope digitizes and stores the input signal. This can be done by the use of CRT. CRT means cathode ray tube, that you know. And digital memory. ഒരു cathode ray ട്യൂബും ഒരു ഡിജിറ്റൽ മെമ്മറിയും വേണം ഈ ഡിജിറ്റൽ സ്റ്റോറേജ് ഓസിലോസ്കോപ്പിൽ. The block diagram of the basic digital oscilloscope is shown in the figure below. The digitization can be done by taking the sample input signals at periodic waveforms. ഇപ്പോൾ പീരിയോഡിക് വേവ് ഫോമിലുള്ള സിഗ്നലിനെ നമുക്ക് ഡിജിറ്റലൈസ് ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ ഡിജിറ്റൈസ് ചെയ്യാൻ സാധിക്കും. ഡിജിറ്റലൈസ് ഓർ ഡിജിറ്റൈസ് എന്ന് പറയാം. അപ്പോൾ ഇതാണ് ഈ സ്റ്റോറേജ് ഓസിലോസ്കോപ്പിൻ്റെ ബ്ലോക്ക് ഡയഗ്രാം. അപ്പോൾ ലെങ്തിയാണ്, അത് വരച്ച് പരീക്ഷയ്ക്ക് റീപ്രൊഡ്യൂസ് ചെയ്യാൻ നോക്കണം. അതൊന്ന് മാഗ്നിഫൈ ചെയ്ത് കാണിക്കാം. അപ്പം ഇതാണ് സ്റ്റോറേജ് ഓസിലോസ്കോപ്പിൻ്റെ ഡയഗ്രാം. അപ്പോൾ എന്തെല്ലാം ഉണ്ടെന്ന് നിങ്ങൾ നോക്കണം. എല്ലാ ബ്ലോക്കുകളും വരയ്ക്കണം. വെർട്ടിക്കൽ പ്ലേറ്റ് അവസാനം, ഇൻപുട്ട് സിഗ്നൽ, ആംപ്ലിഫയർ, ഡിജിറ്റൈസർ, അങ്ങനെ എല്ലാം കാണിച്ചു. ട്രിഗർ, ക്ലോക്ക്, ടൈം ബേസ് സർക്യൂട്ട്, ഹൊറിസോണ്ടൽ ആംപ്ലിഫയർ, മെമ്മറി, അനലൈസർ, സർക്യൂട്ടറി, വേവ് ഫോം കൺസ്ട്രക്ഷൻ, വെർട്ടിക്കൽ പ്ലേറ്റ്സ്, CRT, അവിടെ ഡിസ്പ്ലേ കിട്ടും, ഹൊറിസോണ്ടൽ പ്ലേറ്റ്സ്. അപ്പോൾ ഇത്രയും ഭാഗങ്ങളുള്ള ഈ പടം നിങ്ങൾ ഒന്ന് വരച്ച് പഠിക്കുക. ഇത് ഡിജിറ്റൽ സ്റ്റോറേജ് ഓസിലോസ്കോപ്പിൻ്റെ ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷനാണ്. പടം വ്യക്തമായെന്ന് തോന്നുന്നു, അത് വരച്ചെടുക്കണം.
The maximum frequency of signal which is measured by the digital oscilloscope depends upon two factors. These factors are sampling rate and nature of converter. You see, the maximum frequency of the signal which is measured by the digital oscilloscope depends on അളക്കുന്ന സിഗ്നലിൻ്റെ മാക്സിമം ഫ്രീക്വൻസി അത് ആശ്രയിക്കുന്നത് രണ്ട് ഫാക്ടറിനെയാണ്, ടു ഫാക്ടേഴ്സ്. These factors are these factors are sampling rate, nature of converter. സാമ്പിളിംഗ് റേറ്റിനെയും നേച്ചർ ഓഫ് കൺവേർട്ടറിനെ ആശ്രയിച്ചിരിക്കും. വാട്ട് ഈസ് സാമ്പിളിംഗ് റേറ്റ്? ഫോർ സേഫ് അനാലിസിസ് of input signal, the sampling theory is used. The sampling theory states that the sampling rate of the signal must be twice as fast as the highest frequency of the input signal. The sampling rate means analog to digital converter has a high fast conversion rate. അപ്പോൾ ഈ അനലോഗ് സിഗ്നലിനെ ഡിജിറ്റലാക്കി മാറ്റണം. അതിന് നമ്മൾ കൺവേർട്ടർ ഉപയോഗിക്കും. ആ കൺവേർട്ടറിന് നല്ല സ്പീഡ് ആവശ്യമുണ്ട്, ഹൈ സ്പീഡ് കൺവേർട്ടർ ആയിരിക്കണം. സാമ്പിളിംഗ് തിയറി സ്റ്റേറ്റ്സ് ദാറ്റ് ദി സാമ്പിളിംഗ് റേറ്റ് ഓഫ് ദി സിഗ്നൽ മസ്റ്റ് ബി ടോയ്സ് ആസ് ഫാസ്റ്റ് ആസ് ദി ഹൈസ്റ്റ് ഫ്രീക്വൻസി ഓഫ് ദി ഇൻപുട്ട് സിഗ്നൽ. ഇൻപുട്ട് സിഗ്നലിനകത്തുള്ള ഇൻപുട്ട് സിഗ്നൽ ഫ്രീക്വൻസിയുടെ ഇരട്ടി വേണം ഈ സാമ്പിളിങ്ങിൻ്റെ ആ റേറ്റ്. അതിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇനി കൺവേർട്ടർ. The converter uses expensive flash whose resolution decreases with the increase of sampling rate. സാമ്പിളിംഗ് റേറ്റ് കൂടുന്നതനുസരിച്ചിട്ട് റെസൊല്യൂഷൻ കുറയുന്നതാണ് കൺവേർട്ടറിൻ്റെ രീതി. ബിക്കോസ് ഓഫ് ദി സാമ്പിളിംഗ് റേറ്റ് ദ ബാൻഡ്വിഡ്ത്ത് ആൻഡ് റെസൊല്യൂഷൻ ഓഫ് ഓസിലോസ്കോപ്പ് ആർ ലിമിറ്റഡ്. ഇപ്പോൾ സാമ്പിളിംഗ് റേറ്റിന് മൂലം ഈ ഓസിലോസ്കോപ്പിൻ്റെ ബാൻഡ്വിഡ്ത്തും അതുപോലെ റെസൊല്യൂഷനും ലിമിറ്റഡ് ആണ്. The need of the analog to digital signal converters can also be overcome by using shift register. ഇപ്പോൾ ഷിഫ്റ്റ് രജിസ്റ്റർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ അനലോഗ് ടു ഡിജിറ്റൽ കൺവേർഷൻ്റെ പ്രയാസം ഓവർകം ചെയ്യാൻ സാധിക്കും. The input signal is sampled and stored in the shift register. From the shift register, the signal is slowly read out and stored in digital form. The method reduces the cost of the converter and operates up to 100 megasample per second. The only disadvantage of the digital oscilloscope is that it does not accept the data during digitization. ഡിജിറ്റൈസേഷൻ സമയത്ത് ഡേറ്റ ഇത് സ്വീകരിക്കില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ്. സോ ഇറ്റ് ഹാഡ് എ ബ്ലൈൻഡ് സ്പോട്ട് അറ്റ് ദാറ്റ് ടൈം. ഒരു ബ്ലൈൻഡ് സ്പോട്ട് കാണിക്കും. ഇനി വേവ് ഫോം റീകൺസ്ട്രക്ഷൻ. ഈ ഡിജിറ്റൽ സ്റ്റോറേജ് ഓസിലോസ്കോപ്പിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ് ഈ വേവ് ഫോം കൺസ്ട്രക്ഷൻ. ഫോർ വിഷ്വലൈസിങ് ദി ഫൈനൽ വേവ്, the oscilloscope uses the technique of interpolarization. Interpolarization എന്നുള്ള ടെക്നിക്ക് ഉപയോഗിച്ചിട്ടാണ് സിഗ്നലിനെ ഡിജിറ്റലൈസ് ചെയ്യുക, ഫൈനൽ വേവ് കാണുന്നതിന്. The interpolarization is the process of creating the new data points with the help of non-variable data points. Linear interpolation and sinusoidal interpolation are the two processes of connecting the points together. ഇപ്പോൾ ലീനിയർ ഇൻ്റർപോളേഷനും അതുപോലെ സൈനുസോയിഡൽ ഇൻ്റർപോളേഷനും ആണ് ഈ ഡേറ്റാ പോയിൻറ്റ്സ് കണക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഈ ഇൻ്റർപോളേഷൻ അല്ലെങ്കിൽ ലീനിയർ ഇൻ്റർപോളേഷൻ, പരാബോളിക് ഇൻ്റർപോളേഷൻ, സൈനുസോയിഡൽ ഇൻ്റർപോളേഷനൊക്കെ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് പഠിക്കുന്നതാണ്, കമ്പ്യൂട്ടർ മാത്തമാറ്റിക്സിൽ പഠിക്കുന്നതാണ്.
അപ്പോൾ ഇതതിൻ്റെ ഈ ഡിജിറ്റലൈസേഷൻ്റെ ഒരു ഡയഗ്രാണ്. ആദ്യം സ്പോട്ടുകൾ, അത് നമ്മൾ ലീനിയർ ഇൻ്റർപോളേഷൻ വെച്ച് കമ്പൈൻ ചെയ്യുകയാണ്. ആദ്യം കാണുന്ന വിത്തൗട്ട് ഇൻ്റർപോളേഷനാണ്. ഇത് ഇൻ്റർപോളേറ്റ് വെച്ചാൽ എക്സ്റ്റെൻഡ് ചെയ്യാന്നർത്ഥം. എക്സ്റ്റെൻഡ് ചെയ്തതാണ്. ഇതാണ് സൈനുസോയിഡൽ, ഒരു സൈൻ വേവ്. സൈനുസോയിഡൽ ഇൻ്റർപോളേഷൻ എന്ന് പറയുന്നതാണ് ഇത്. അതെല്ലാം വരയ്ക്കുക. In interpolation, the lines are used for connecting the dot together. Linear interpolation is also used for reading the pulses, you read as pulses or square waveform. For sine waveform, the sinusoidal interpolation is utilized in the oscilloscope. അപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആദ്യത്തേതാണ്. വാട്ട് ഈസ് വിത്ത് എ ബ്ലോക്ക് ഡയഗ്രാം എക്സ്പ്ലെയിൻ എ സ്റ്റോറേജ് ഓസിലോസ്കോപ്പ്. അതിന് താഴെ വാട്ട് ഈസ് ഇൻ്റർപോളറൈസേഷൻ. അപ്പോൾ അതിനകത്ത് ഇൻ്റർപോളേഷൻ ടെക്നിക്ക് ഉപയോഗിക്കുന്ന രീതി, ഇൻ്റർപോളറൈസേഷൻ, അതും എന്താണെന്ന് ഒരു ഷോർട്ട് ആൻസർ ആയിട്ട് പഠിക്കുക. ദാറ്റ് ഈസ് ഓൾ വിത്ത് യുവർ 21st class on electronic instrumentation. Thank you very much.